ഡിയർ ചിൽഡ്രൻ, ഇന്നിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് NCERT 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസനായ ഷേപ്പിംഗ് ഓഫ് ദ എർത്ത് സർഫേസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ പ്രോസസ് ഓഫ് വെതറിംഗ് ആൻഡ് ഇറോഷൻ, കാലാവസ്ഥ വ്യതിയാനവും മണ്ണൊലിപ്പും. വെതറിങ്ങും ഇറോഷനും ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ദീർഘകാലത്തെ വെതറിങ്ങിൻ്റെയും ഇറോഷൻ്റെയും ഫലമായി മലകൾ ക്ഷയിക്കുകയും, ദാറ്റ് ഈസ് വെയർ ഡൗൺ മൗണ്ടെയ്ൻസ്, താഴ്വാരങ്ങൾ രൂപാന്തരപ്പെടുകയും സമതലങ്ങൾ ഉണ്ടാകുകയും, ഗുഹകൾ, കുത്തനെയുള്ള പാറക്കെട്ടുകൾ, ദാറ്റ് ഈസ് ക്ലിപ്സ്, നദീഡെൽറ്റകൾ തുടങ്ങിയ ഭൂമിയിൽ ഇന്ന് കാണുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതികൾക്ക് ക്രമേണ രൂപം നൽകുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് വെതറിങ്. വെതറിങ് എന്നത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പാറകൾ പലതരത്തിലുള്ള പ്രോസസ്സുകളുടെ ഫലമായി ചെറിയ കഷ്ണങ്ങളായി മാറുന്നതാണ്. വെതറിങ് പ്രധാനമായും 3 തരത്തിലാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫിസിക്കൽ വെതറിങ്. താപനിലയിലെ വ്യത്യാസം, മഞ്ഞ് രൂപപ്പെടൽ, അതായത് ഫ്രീസിങ്, കാറ്റ് തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ. കെമിക്കൽ വെതറിങ്. പാറകളിലെ മിനറൽസ്, വെള്ളം, വായു, ആസിഡ്സ് എന്നിവയുമായി പ്രവർത്തിച്ച് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്ന പ്രക്രിയയാണിത്. മൂന്നാമതായി ബയോളജിക്കൽ വെതറിങ്. പ്ലാന്റ്സ്, എനിമൽസ്, മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ എന്നിവയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന വെതറിങ് ആണിത്. ഉദാഹരണത്തിന് സസ്യങ്ങളുടെ വേരുകൾ പാറകളിലെ വിള്ളലുകളിലേക്ക് വളർന്ന് അവയെ പിളർത്തുന്നു. ഭൂമിയുടെ ഉപരിതല രൂപങ്ങൾ രൂപപ്പെടുത്തുന്നതിനും മണ്ണ് ഉണ്ടാകുന്നതിനും വെതറിങ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ഇറോഷൻ. ഇറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ്. വെള്ളം, കാറ്റ്, മഞ്ഞ്, തിരമാലകൾ തുടങ്ങിയ പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി മണ്ണിനും പാറകൾക്കും ഭൂമിയുടെ മറ്റ് ഉപരിതലത്തിലെ വസ്തുക്കൾക്കും തേയ്മാനം ഉണ്ടാവുകയും അവ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മണ്ണൊലിപ്പ്. മണ്ണൊലിപ്പിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ടർ ഇറോഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്നത് നദികൾ, മഴ, ഓഷ്യൻ വേവ്സ് എന്നിവയാൽ ആകുന്നു. രണ്ടാമതായി കാറ്റ് മൂലമുള്ള മണ്ണൊലിപ്പ്, അതായത് വിൻഡ് ഇറോഷൻ. ഇത് സാധാരണയായി കാണുന്നത് വരണ്ടതും മണൽ നിറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ്. മൂന്നാമതായി ഗ്ലേഷ്യൽ ഇറോഷൻ, അതായത് ഹിമാനികൾ കൊണ്ടുള്ള ഇറോഷൻ. ഇവിടെ മൂവിങ് ഐസ് പാറകളുടെ മുകളിലൂടെ നീങ്ങുമ്പോൾ അവയെയും വഹിച്ചുകൊണ്ട് പോകുന്നു. നാലാമതായി കോസ്റ്റൽ ഇറോഷൻ. കടൽ തിരകൾ ഭൂമിയെ ക്രമേണ തേയ്മാനപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് വെയർ എവേ ദ ലാൻഡ് അലോങ് ദ ഷോർ. മണ്ണൊലിപ്പ് ഭൂരൂപങ്ങളെ രൂപപ്പെടുത്തുകയും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചില സവിശേഷതകളെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കാരണമാകുകയും ചെയ്യുന്നു. മനുഷ്യർ ആശ്രയിക്കുന്ന ഭൂമിയിലും മണ്ണിലും മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ മണ്ണൊലിപ്പ് നിരവധി തൊഴിലുകളെ ബാധിക്കുന്നു. കർഷകർക്ക് വിളവെടുപ്പിന് ആവശ്യമായ ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ്, ദാറ്റ് ഈസ് ഫെർട്ടൈൽ ടോപ്പ് സോയിൽ നഷ്ടപ്പെടുന്നതിനാൽ വിളവ് കുറയുന്നു. നദികളുടെയും കടൽത്തീരങ്ങളുടെയും സമീപത്ത് താമസിക്കുന്നവർക്ക് ഭൂമിയും വീടുകളും റോഡുകളും ഒലിച്ചു പോവുകയും അതുവഴി സ്വത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളും കൊണ്ടും ഖനന പ്രവർത്തനങ്ങളെ കൊണ്ടും, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ആൻഡ് മൈനിങ് ഇറോഷൻ ഡിസ്റ്റെബിലൈസ് ലാൻഡ്, ഭൂമിയുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുകയും സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് പോസിങ് സേഫ്റ്റി റിസ്ക്. കടൽ തീരങ്ങളും നദികളും ഫലഭൂയിഷ്ഠമായ ഭൂമിയെ നശിപ്പിക്കുന്നതിനാൽ വിനോദസഞ്ചാരവും മത്സ്യബന്ധന ഉൾപ്പെടെ മേഖലകളെ ബാധിക്കുന്നു. മണ്ണൊലിപ്പ് ഭൂമിയുടെ ഉപരിതലത്തെ മാത്രമല്ല മനുഷ്യരുടെ തൊഴിലിനെയും ഉപജീവന മാർഗങ്ങളെയും നേരിട്ട്